ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രസ്സീന എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണേ. നല്ലൊരു ഇലച്ചെടിയാണ്. നമുക്കത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണേ. നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഒരു ചെടി. അപ്പോൾ ഇത് ഞാൻ ഒരു കൊമ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വേര് പിടിപ്പിച്ചതാണേ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൊമ്പ് ഒടിച്ച് മണ്ണിൽ കുത്തിയിട്ട് വേര് പിടിപ്പിക്കാം, ഒക്കെ ചെയ്യാം. അത്ര വലിയ പാടൊന്നും ഇല്ലാത്തത് കാരണം ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാവുന്നതും തൈകൾ ഉണ്ടാക്കാവുന്നതൊക്കെയാണേ. അപ്പോൾ ആദ്യമേ ഇട്ട് കുറേ നാളായി ഇത് കിടന്നിട്ട്. അപ്പോൾ ആദ്യമേ ഒരു അറ്റത്ത് തണ്ടിൻ്റെ അറ്റത്ത് വേര് പിടിച്ച്, അത് കഴിഞ്ഞ് അത് അഴുകിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് വേര് പിടിച്ച് ഇപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് വലിയൊരു ചട്ടി എടുക്കാം. വലിയ ചട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 10 ഇഞ്ചിൻ്റെ ചട്ടി എടുത്തത്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ആദ്യമേ തന്നെ കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആണ് ഏറ്റവും നല്ലത് ഏത് ചെടി നടുന്നതിനും. കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി ചെടി ചിലപ്പോൾ അഴുകി പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര വെള്ളം നമ്മൾ ഒഴിക്കുന്നതെന്നൊന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും ചിലപ്പോൾ ചെടി ഇങ്ങനെ വാടി 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 നിൽക്കുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും വെള്ളം കുറഞ്ഞിട്ടായിരിക്കുമെന്ന്. പക്ഷേ അതൊന്നും ആയിരിക്കത്തില്ല. അതിൻ്റെ ചെടിയുടെ ചോട്ടിൽ നന്നായിട്ട് അഴുകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെടി വാടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീർവാർച്ചയുള്ള പോട്ടി മിക്സ് വേണം ഉപയോഗിക്കുക ഏത് ചെടിക്കും. പിന്നെ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോളും ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് വേറെ കെയറിങ്ങൊന്നും ആവശ്യമില്ല. നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇലയ്ക്കൊക്കെ കരിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തണലുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളറിൽ നല്ല തഴപ്പോടുകൂടി തന്നെ ഈ ചെടി വരും. അത് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇൻഡോറായിട്ട് വെക്കണമെന്നുണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, ഇതിനകത്ത് കുറേ തൈകൾ പൊട്ടുന്നുണ്ട്, ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശിഖരങ്ങളും കൂടെ പൊട്ടി വരുമ്പോഴത്തേന് നല്ല ഭംഗിയായിരിക്കും നിൽക്കുന്ന കാണാൻ. ഇത് ഇൻഡോറായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് സൂര്യപ്രകാശം ലൈറ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനുള്ളത്. പോട്ട് മിക്സ് ഡ്രൈ ആയി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അല്ലാതെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടിക്ക്. പിന്നെ വളം ഇട്ട് കൊടുക്കുന്നതായാലും നമ്മൾ ഇപ്പം ഇതിനകത്ത് കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. പിന്നെ പ്രത്യേകിച്ച് വേറെ വലിയ കെയറിങ്ങൊന്നും